ഹലോ എല്ലാവർക്കും നമസ്കാരം. ടെക്സ്റ്റ് ആൻഡ് നോട്ട്സിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഇറ്റ് എന്നൊരു പ്രൊനൗണാണ്. ഇത്, അത് എന്നൊക്കെയുള്ള അർത്ഥമാണ് ഇറ്റിനുള്ളത്. പ്രസൻറ്റ് സിമ്പിൾ ടെൻസിൽ ഇറ്റ് ഉപയോഗിച്ചിട്ട് പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള സെൻറ്റൻസുകൾ എങ്ങനെ കൺസ്ട്രക്റ്റ് ചെയ്യാം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ചില കാര്യങ്ങൾ നമ്മൾ വർക്കാകും അല്ലെങ്കിൽ സംഭവം സെറ്റാണ് എന്നൊക്കെയുള്ള രീതിയിൽ പറയാറില്ലേ, അതിങ്ങനെയാണ് പറയേണ്ടത്: ഇറ്റ് വർക്ക്സ്. ഇറ്റ് എന്നുള്ള പ്രൊനൗൺ എപ്പോഴും സിംഗുലർ, അതായത് ഒന്നേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ നമ്മൾ ഇറ്റ്സ് എ പെൻ, പെൻ ഒന്നേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ പ്രസൻറ്റ് സിമ്പിൾ ടെൻസിൽ വെർബായിട്ടുള്ള വർക്ക് പറയുമ്പോൾ എസ് ചേർക്കണം. സോ ഇറ്റ് വർക്ക്സ്, ഇറ്റ് വർക്ക്സ്. ഇനി ഇത് ശരിയാവില്ല അല്ലെങ്കിൽ ഇത് വർക്കാവില്ല എന്നെങ്ങനെ പറയാം? വർക്ക്സിൻ്റെ നെഗറ്റീവായിട്ടുള്ള ഡസൻ വർക്കാണ് പറയേണ്ടത്. ഇറ്റ് ഡസൻ വർക്ക്, ഇറ്റ് ഡസൻ വർക്ക്. പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, അതിൽ കാര്യമുണ്ട്. അതെങ്ങനെ പറയുക? ഇറ്റ് മാറ്റേഴ്സ്. ഇറ്റ് മാറ്റർ എന്ന് പറയരുത്, ഇറ്റ് സിംഗുലർ ആയതുകൊണ്ട് തന്നെ ഇറ്റ് മാറ്റേഴ്സ്, ഇറ്റ് മാറ്റേഴ്സ്. ചിലപ്പോൾ നമ്മൾ പറയും, അതിൽ കാര്യമില്ല, അതിൽ വലിയ കാര്യമൊന്നുമില്ല. അത് ഇറ്റ് ഡസൻ മാറ്റർ, ഇറ്റ് ഡസൻ മാറ്റർ, ഇറ്റ് ഡസൻ മാറ്റർ. ഇപ്പോൾ വീട്ടിൽ കടിക്കുന്ന പട്ടിയുണ്ടെങ്കിൽ നമുക്ക് പറയാം, ഇത് കടിക്കും. എങ്ങനെ പറയാം? ഇറ്റ് ബൈറ്റ്സ്, ഇറ്റ് ബൈറ്റ്സ്. ഇനി നിങ്ങളുടെ നായ വളരെ ഫ്രണ്ട്ലിയാണ്, കടിക്കൂലെങ്കിൽ ഇത് കടിക്കില്ല. ഇറ്റ് ഡസൻ ബൈറ്റ്, ഇറ്റ് ഡസൻ ബൈറ്റ്. വേഗത്തിലോടുന്ന എന്തെങ്കിലും ഉണ്ട്, ഇറ്റ് മൈ ബി എ വെഹിക്കിൾ ഓർ ആൻ ആനിമൽ. അപ്പോൾ അതെങ്ങനെ പറയാം? ഇറ്റ് റൺസ് ഫാസ്റ്റ്, ഇറ്റ് റൺസ് ഫാസ്റ്റ്. ഇനി വളരെ സ്ലോയിൽ ഓടുന്ന എന്തെങ്കിലുമാണ്, ഇറ്റ് കുഡ് ബി എ മെഷീൻ ഓർ എനിത്തിങ്, an animal, whatever. ഇത് വേഗത്തിൽ ഓടില്ല. It doesn't run fast, it doesn't run fast. I believe you made out these lessons. So we meet again with another video. Till then, bye. Have a nice day. Good night.